ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പുതിയൊരു കൂട്ടക്ഷരം പഠിക്കാം. ഓക്കെ, എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കുക, ഇതെന്താണ്? ന അല്ലേ? ഇതെന്താ? ഇത് ന. ഇതെന്താ? ന ധ അല്ലേ? കോമ വേണ്ട, സോറി. ന ധ അല്ലേ? ഇങ്ങനെ ചന്ദ്രക്കല എഴുതുമ്പോ എന്തായി? ധ. എന്തായി? ധ. ഓക്കെ. ഇനി ഇത് കൂട്ടക്ഷരമായി കൂട്ടിച്ചേർത്തെന്ന് എഴുതി നോക്കിയാലോ? കണ്ട എന്തായി? ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, ഇവിടെ ചേർത്ത്. കണ്ടാ? അതാണ് സംഭവിച്ചത്. മനസ്സിലായോ? ന ധ നമ്മളിതിനെ എങ്ങനെ കൂട്ടി എഴുതി? ഇങ്ങനെ എഴുതി. കണ്ടാ? ധ. ഇങ്ങനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ചന്ദ്രക്കലയുടെ ആവശ്യമില്ല. മനസ്സിലായോ? ഇതുപോലെ ന ധ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുമ്പോഴാണ്, സെപ്പറേറ്റ് ആയിട്ട് അല്ലെ, ഓരോന്നായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യം. ഇങ്ങനെ ഇവിടെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ ചന്ദ്രക്കലയുടെ ആവശ്യം ഇല്ല. ധ. ഏതാണ് ഈ കൂട്ടക്ഷരം? ധ. ഇനി വാക്ക് എഴുതിയാലോ? ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോ ചിലപ്പോ കണ്ടുപോകുന്നുണ്ടാവും, അറിയുന്നുണ്ടാവില്ല. പിന്നെ മുതല് അല്ലെ, ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ അറിവുകൾ നേടുകയാണ് അല്ലെ, കൂടുതൽ പരിചയമാവും നമുക്ക് വാക്കുകൾ, അക്ഷരങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ നമ്മളിന്ന് പഠിക്കുന്ന കൂട്ടക്ഷരം ധ. ഏതാണ്? ധ. ഒന്ന് എഴുതിയാലോ വാക്ക്? ഇതെന്താ? ഗ അല്ലേ? ഗ. ഇതെന്താണ്? നമ്മൾ ഈ അക്ഷരം എഴുതുമ്പോ എന്താ? ഗ റ. ആ ശബ്ദം വരുന്ന ചിഹ്നം. അപ്പൊ എന്താ? ഗ്ര അല്ലേ? ഗ്ര. ഇനി നമ്മൾ ഈ കൂട്ടക്ഷരം ധ. എന്താണ്? ധ. ഗ്ര ധ അം. എന്തായി? ഗ്ര ധ അം. ഗ്രന്ഥം. എന്താണിത്? ഗ്രന്ഥം. എന്താണ് ഗ്രന്ഥം? ഒരു പുസ്തകം അല്ലേ? ബുക്സ് ആണ് ഗ്രന്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രന്ഥം. രണ്ടാമത്തത് ഇതെന്താ? മാ. നമ്മുടെ കൂട്ടക്ഷരം ധ. എന്താ? ര. കൂട്ടി വായിക്കുമ്പോ മന്ധര. എന്താണ്? മന്ധര. മന്ധര എന്ന് പറഞ്ഞ ഒരു പേര്. ടീച്ചർ പറയാറില്ലേ, ഓരോരുത്തരുടെ പേരുണ്ടെന്ന്. ആ പേരുകൾ ഒരു പേരാണ്. മനസ്സിലായോ? മന്ധര എന്ന് പറയുന്ന ഒരു പേര്. നമ്മൾ അപ്പു, ചിപ്പു, അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ മന്ധര ഒരു പേരാണത്. ഓക്കെ. അപ്പൊ ധ എന്ന കൂട്ടക്ഷരം ഉപയോഗിച്ച് രണ്ട് വാക്ക് പഠിച്ചു. ഒന്ന് ഗ്രന്ഥം, രണ്ട് മന്ധര. മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.